KTMന്റെ 13ാം പതിപ്പ് 2026 സെപ്റ്റംബർ മാസം 24 മുതൽ 27 വരെ നടത്താൻ വേണ്ടി പോകുന്ന സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അന്താരാഷ്ട്ര ബയർമാർ, MICE വെഡ്ഡിംഗ് പ്ലാനർമാർ തുടങ്ങി 400-ലധികം ആളുകൾ, 1500-ലധികം ആഭ്യന്തര ബയർമാർ ആകർഷിക്കുക. 400-ലധികം സെല്ലർ സ്റ്റോളുകൾ ഉണ്ടാകും. 3 ദിവസങ്ങളിലായി 60,000, മോർ ദാൻ 60,000, 60,000-ലധികം മുൻകൂട്ടി നിശ്ചയിച്ച B2B കൂടിക്കാഴ്ചകൾക്ക് സൗകര്യമൊരുക്കും. ലിഷർ ടൂറിസം മേഖലയിലെ ശക്തമായ സാന്നിധ്യം അത് തീർച്ചയായും ഇത് ഏറെ ഈ മാർട്ട് മാറുന്ന നിലയുണ്ടാകും. കേരളത്തിന്റെ സവിശേഷമായ സേവനങ്ങൾ, സൗഖ്യ ടൂറിസം, ആയുർവേദം, അനുഭവേദ്യ കമ്മ്യൂണിറ്റി ടൂറിസം, സുസ്ഥിര പുനരുജ്ജീവന ടൂറിസം എന്നിവ അവതരിപ്പിക്കും. വെൽനസ് ടൂറിസത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിന് ഏറെ സാധ്യതയാണ് കേരളത്തിലുള്ളത്. അന്താരാഷ്ട്ര ആഭ്യന്തര ടൂറിസം വിപണികളിൽ കേരളത്തെ മുൻനിര MICE വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായി ഉയർത്തുക എന്നുള്ളതാണ് അതിൽ പ്രധാനം. ഇപ്പോൾ കല്യാണം ദൂരത്ത് പോയി നടത്താനാണ് ആളുകൾക്ക് ഇഷ്ടം. ആളുകൾ വളരെ ദൂരത്തുള്ളിടത്തൊക്കെ പോയി കല്യാണം നടത്തും. ഞാൻ മുമ്പ് പറയാറുണ്ട്, മുമ്പ് ദൂരത്ത് പോയി നടത്തുക ഒളിച്ചോടി കല്യാണം നടത്തുമ്പോഴാണ്. അന്ന് ദൂരത്ത് പോയിട്ടാണ് വീട്ടുകാരും ഒക്കെ ചിലപ്പോൾ ഒരു സമ്മതിക്കാത്ത പ്രശ്നം. ഇപ്പോൾ ആ ഒളിച്ചോട്ടല്ല, ആ പരസ്യ ഓട്ടത്തിൽ വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. മധ്യപ്രദേശിലെ കല്യാണം, അല്ലെങ്കിൽ ഗുജറാത്തിലെ കല്യാണം, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കല്യാണം കേരളത്തിൽ വന്ന് നടത്താൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ആളുകൾ ഒരുപാട് പേരാണ് വരുന്നത്. ചില ഹിന്ദി സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ? കല്യാണം മാത്രം കഥയായിട്ടുള്ള ഹിന്ദി സിനിമകളുണ്ട്. സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്ന വരെ ഒരു മാരേജ് ആയിരിക്കും. ഒരു 5-10 ദിവസത്തെ മാരേജിന്റെ കഥയും ഒക്കെ ബന്ധപ്പെട്ട ഒരുപാട് സിനിമകൾ, ഹിറ്റ് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും പോയി കല്യാണം നടത്തുകയാണ്. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ നടക്കുന്ന കല്യാണം വെഡിങ് ഡെസ്റ്റിനേഷന്റെ ഭാഗമായി വന്ന ചില ആളുകളുമായി സംസാരിച്ചിരുന്നു. എന്തുകൊണ്ട് കേരളം തെരഞ്ഞെടുത്തു? അതിൽ കേരളത്തിന്റെ പ്രകൃതി രമണീയമായ ഇടങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുള്ളതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആതിഥേയ മര്യാദയും കേരളത്തിന്റെ മതസാഹോദര്യവും പ്രധാന ഘടകമായി പൊതുവെ ആളുകൾ പറയാറുണ്ട്. ഒരു സെക്യുലർ മൈൻഡാണ് കേരളത്തിലുള്ളത്, ഒരു മതനിരപേക്ഷ മനസ്സ്. അത് ഇവിടേക്ക് ആളുകൾ കൂടുതൽ വരുന്നതിന് കാരണമായി മാറുന്നു. ഇവിടെ മറ്റ് കലാപങ്ങളില്ല, മറ്റ് തർക്കങ്ങളില്ല. വേറെ നിലയിൽ നമ്മൾ കാണുന്നത് പോലെ കമ്മ്യൂണൽ റൈറ്റ്സും മറ്റുമൊന്നും ഇല്ലാത്ത ഒരു നാടാണ് കേരളം. അതുകൊണ്ട് തന്നെ ഇവിടെ പൊതുവെ ഒരു സമാധാനപരമായ അന്തരീക്ഷം, വളരെ പോസിറ്റീവായ ജനങ്ങൾ, ആതിഥേയ മര്യാദയുള്ള ജനങ്ങൾ, മതനിരപേക്ഷ മനസ്സുള്ള നാട്. ആ നിലയിൽ കേരളത്തിലേക്ക് കൂടുതൽ ആളുകൾ വെഡിങ് ഡെസ്റ്റിനേഷന്റെ ഭാഗമായി വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവരിൽ പലരും പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ വെഡിങ് ഡെസ്റ്റിനേഷന്റെ ഒരു പ്രധാന കേന്ദ്രമായി നമുക്ക് കേരളത്തെ ഇനിയും മാറ്റാൻ സാധിക്കേണ്ടതുണ്ട്. കേരള ട്രാവൽ മാർട്ടിന്റെ 12ാമത് പതിപ്പ് ബയർമാരുടെ പങ്കാളിത്തത്തിലും കൂടിക്കാഴ്ചകളുടെ എണ്ണത്തിലും വൻ വിജയമായിരുന്നു എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ നിലയിലേക്ക് വിജയിച്ചു. നമ്മൾ പോലും പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ വന്നു. 2025 ഓഗസ്റ്റിൽ നടന്ന പ്രഥമ വെഡ്ഡിംഗ് ആൻഡ് MICE മൈസ് കോൺക്ലേവ് മികച്ച വിജയമായി. മൈസ് കോൺക്ലേവ് നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പല കോൺഫറൻസുകളും ഇപ്പോൾ ദൂരത്താണ് നടക്കുന്നത്. പല കോൺഫറൻസുകളും ദൂരത്ത് നടക്കുന്നു. അത് ഫാമിലി ആയിട്ടാണ് ആളുകൾ വരുന്നത്. ഇപ്പോൾ മൈസ് ടൂറിസത്തിന്റെ സാധ്യത ലോകത്തെടുത്ത് പരിശോധിച്ചാൽ അതിൽ ഈ വെഡിങ് ഡെസ്റ്റിനേഷൻ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട മൈസ് ടൂറിസ്റ്റ് കേന്ദ്രമായി കേരളത്തെ മാറ്റാനാകും. സമ്മേളനങ്ങൾ നമുക്കിവിടെ നടത്താം. അതുപോലെ തന്നെ അത്തരം ഒത്തുചേരലുകളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായി നമുക്ക് കേരളത്തെ മാറ്റാം. അപ്പം അതിന് സാധ്യമാകുന്ന നിലയിലേക്ക് മൈസ് ടൂറിസത്തിന്റെ ഒരു ഹബ്ബായി കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് പൊതുവെ ലക്ഷ്യം വെക്കുന്നത്. ഇതിലൊക്കെ നല്ല ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം നമുക്കെല്ലാവർക്കുമുണ്ട്. ആ നിലയിലുള്ള ചർച്ചകൾ മൈസ് ഉച്ചകോടിയിൽ നടന്നു. വലിയ നിലയിലേക്കാണ് നടന്നത്. അതിൻ്റെ ഭാഗമായി ഉയർന്ന മൂല്യമുള്ള ഈ ടൂറിസം മേഖലയെ കൂടുതൽ വലിയ രീതിയിൽ ആകർഷിക്കാൻ നമുക്ക് സാധിച്ചു.
ആ മൈസ് കോൺക്ലേവിന്റെ ഭാഗമായി ഒട്ടേറെ പുതിയ സാധ്യതകൾ കേരളത്തിലേക്ക് കടന്നു വരുന്ന സ്ഥിതി വരുന്നു. അപ്പൊ ഇത്തവണ നമുക്ക് KTM ഒരു ഗ്രാൻഡ് സക്സസ് 2026 മാറ്റണം. ഇതുവരെയും നൽകിയ പിന്തുണ തുടർന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.